എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കും. അതായത് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആയിട്ട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അധിക സാധ്യത നാളെ വൈകുന്നേരത്തോടെ വരാനാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. അതായത് ആ ഒരു ജില്ലയിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂൾ കിട്ടി. അപ്പോൾ ഒരു സ്കൂൾ നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ച് എവിടെയും ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ജോയിൻ ചെയ്യേണ്ടതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരില്ല. ടെമ്പററി അഡ്മിഷനായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടെമ്പററി ആണോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങളെ ആ ഒരു സമയത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, ഈ ഒരു ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അവിടെ ടെമ്പററി ആയിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലുള്ള ആ ഒരു സ്കൂളിൽ വേണമെങ്കിൽ ടെമ്പററി ആയിട്ട് തന്നെ തുടരാൻ സാധിക്കും. അത് നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇല്ല എന്നാണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് അതായത് അതിൽ തുടരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് കരുതുക. അപ്പോൾ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഏത് ഓപ്ഷനാണോ ആ ഒരു സ്കൂളിൽ, അത് നിങ്ങളെ സെയിം സ്കൂളിൽ സെയിം കോഴ്സല്ല മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടുന്നതെങ്കിൽ പോലും പുതുതായിട്ട് ലഭിക്കുന്ന ആ ഒരു കോഴ്സിലേക്ക് മാറിയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെമ്പററി ആണോ പെർമനൻറ്റ് അഡ്മിഷനാണോ എടുക്കേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങളെ ആ ഒരു സമയത്ത് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ എടുത്തിട്ടുണ്ടാകും, ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ സെക്കൻഡറിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിടത്തെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്ന സമയത്ത് പിന്നീട് ആ ഒരു ജില്ലയിലേക്ക് പിന്നീട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞിട്ടുള്ളത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റേതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ SWS ആണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട ആ ഒരു ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.